Assalamualaikum. Welcome back to Magic Masala by Shabana. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ ഞാൻ അത് ഉണ്ടാക്കുന്ന രീതിയിലും അതിന്റെ ടേസ്റ്റിലുമാണ് വ്യത്യസ്തത കൊണ്ടുവന്നേക്കുന്നത്. സാധാരണയായിട്ട് നിങ്ങൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന പോലെയോ എയർ ഫ്രയറിൽ വെക്കുന്ന പോലെയോ ഒന്നും അല്ലാണ്ട് തേങ്ങാപ്പാലിലാണ് ഈ ചിക്കൻ മുക്കി പൊരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വീഡിയോ ഫുൾ കണ്ടു നോക്കുക. ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഫുൾ ചിക്കൻ ആണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്കും അതേപോലെ ഫുൾ ചിക്കനിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1 kg താഴോട്ടുള്ള ചിക്കനിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വലിയ കോഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പീസാക്കി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോമ്പറ്റീഷനിൽ ഇട്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് ഇത് കാണുകയും ഉണ്ടാക്കി നോക്കുകയും എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല ഫീഡ്ബാക്കും കമന്റ്സും അറിയിച്ചത് കൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് തന്നെ ചാനലിൽ ഇടാന്ന് കരുതി വേഗം തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇപ്പോൾ ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഒരു ഫുൾ കോഴിയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള മാരിനേറ്റ് നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ കുക്ക് ചെയ്യുന്നത് അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രം ചിക്കൻ്റെ വലുപ്പത്തിനുള്ള, നമ്മൾ ഫുൾ കോഴിയാണ് എടുത്തിരിക്കുന്നത്, ചിക്കൻ മുറിച്ചിട്ടില്ല, ഫുൾ കോഴി വെക്കാൻ തക്ക രീതിയിൽ വട്ടമുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം. ഇതിൽ നമുക്ക് ഇഞ്ചിയാണ് കുറച്ചധികം വേണ്ടത്. 1.5 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും. ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ ചിക്കനെ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഫുൾ കോഴിയാണ്, ഫുൾ കോഴി എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളുടെ റെസിപ്പിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കോഴീനെ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കോഴീനെ തേങ്ങാപ്പാലിൽ മുക്കി കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫുൾ തേങ്ങയുടെ പാല് നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഒരു ഫുൾ തേങ്ങ ചിരുകിയിട്ട് അതിലേക്ക് ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചെടുത്ത്, സാധാരണ നമ്മൾ കട്ടിപ്പാല് പിഴിഞ്ഞെടുക്കുന്നത് ഇത് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മളിത് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് ഫുൾ നമ്മൾ ഈ കോഴിയിലേക്ക് ഒഴിച്ചിട്ട് അതിലാണ് നമ്മളിത് ഈ കോഴീനെ മുക്കി പൊരിച്ച് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പറഞ്ഞ പോലെ തേങ്ങാപ്പാലിൽ ഇതിനെ മുക്കി പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഫുള്ള് ഒഴിച്ചു കൊടുക്കാൻ പോകും. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഈ കോഴി ഏകദേശം മുങ്ങുന്ന അളവിനോ അല്ലെങ്കിൽ പകുതിയെങ്കിലും മുങ്ങുന്ന രീതിക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണം. അത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിലാണ് ഈ കോഴീനെ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് സമയം എടുക്കും നമുക്കിത് വറ്റിച്ചെടുത്ത് ഇത് ഫുൾ ഡ്രൈ ആയി, കോഴി ഫുൾ ഡ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു മെനക്കേടും ഇല്ല. നമ്മൾ ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് ഇതിൽ വേവിച്ചെടുക്കാൻ മാത്രമേ സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ അത് ആവുന്ന വരെ നമ്മളൊന്ന് വേവിക്കണം. ആദ്യം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ തേങ്ങാപ്പാൽ വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിരുന്നു. അതേപോലെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പതുക്കെ തുറന്നു വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുക്കാം, കാരണം ചിക്കൻ സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ തുറന്നു വെച്ചിട്ട് ഇത് വറ്റാൻ വേണ്ടിയിട്ട് സമ്മതിക്കണം. മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. ഞാനത് കാണിക്കാൻ മറന്നുപോയി. പിന്നെ ഞാനത് മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടിരുന്നു, പക്ഷെ അത് ആഡ് ചെയ്യുന്നതിൽ പറഞ്ഞില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. ഇപ്പോൾ വീണ്ടും ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാം തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി. ഇപ്പോൾ പതുക്കെ ഇത് എണ്ണ തെളിഞ്ഞ് തുടങ്ങി. ഇനിയും ഇത് വറ്റാനുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി ഈ സ്റ്റേജ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കമത്തി തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം, കാരണം ഇനിയിപ്പോൾ അടി പിടിച്ച് തുടങ്ങും. ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു 35-40 മിനിറ്റ്സ് എടുത്തു അത്രയും ആവാൻ വേണ്ടിയിട്ട്. നമ്മളൊരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണാം അത് ഫുൾ ആ തേങ്ങാപ്പാൽ വറ്റി നാച്ചുറലായിട്ട് ഉണ്ടായി വന്ന എണ്ണയാണ്. അതിലെ സൈഡിൽ കാണുന്ന ക്രംസ് എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. ഇത് ഇത്രയും നമ്മൾ ആ കോഴിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് വിളമ്പേണ്ടത്. ഫുൾ കോഴിയായിട്ട് തന്നെയാണ് വിളമ്പേണ്ടത്. നല്ല അടിപൊളി സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.